ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂസ്. ഇന്നിപ്പം നിഫ്റ്റിയുടെ മൂവ്മെന്റ് കണ്ടൊക്കെ മനസ്സിലാവും GST എത്രമാത്രം മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ രാവിലെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. സോ GST എല്ലാം ഒരു വൺ ഡേ വണ്ടർ ആയിരുന്നുള്ള കാര്യം മാർക്കറ്റിന് അറിയായിരുന്നു. സോ മാർക്കറ്റിൽ നിന്ന് മുന്നോട്ട് പോയ സമയത്ത് നിഫ്റ്റി സമയത്ത് പീപ്പിൾ സ്റ്റാർട്ടഡ് ബുക്കിംഗ് പ്രോഫിറ്റ്. ഗിഫ്റ്റ് നിഫ്റ്റി ഓൾമോസ്റ്റ് 25,000 വരെ പോയിരുന്നു. പക്ഷേ ഇതിപ്പോൾ നിഫ്റ്റി ട്രേഡ് ഈ സംവെയർ അറൗണ്ട് 24,730 ഞാൻ കാണുന്നത്. സോ മാർക്കറ്റിലൊരു സ്ട്രെങ്ത് കാണുന്നില്ല. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ GST ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ തന്നെ ദർ ഈസ് എ ഹ്യൂജ് ലോസ് ഗവൺമെൻറ്റിന് വരുന്നുണ്ട്. സോ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് ഇനി കമ്പനീൻ്റെ നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നത്, അതിന് ശേഷം മാത്രമേ ഈ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു വിഷയം കാണും. പിന്നെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ US-ലെ ടെറിഫിൻ്റെ ആണ്. കാരണം നിങ്ങൾ ആലോചിക്കണം, US ഈസ് വൺ ഓഫ് ദി മദർ ഓഫ് ഓൾ മാർക്കറ്റാണ് US. പിന്നെ നമ്മളെ ഇന്ത്യയിലുള്ള കമ്പനികൾ മിക്കവാറും എക്സ്പോർട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് മെയിൻലി ടു ദി US-ലാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ കമ്പനികളൊക്കെ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ തിരുപ്പൂരിലൊരു ഹോയ്സറി മിൽസ് എടുക്കാൻ വെച്ചാൽ അത് ടീഷർട്ട് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് അമേരിക്കനിലെ വലിയ വലിയ വാൾമാർട്ട് പോലത്തെ ശൃംഖലകളായ വലിയ റീറ്റെയിൽ ഭീമന്മാർക്ക് ടൺ കണക്കിന് സപ്ലൈ ചെയ്യുന്ന ഒരു സോഴ്സാണ്. അങ്ങനെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് പെട്ടെന്ന് ഇവർക്ക് കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഇപ്പോൾ വേൾഡിൽ എനിക്ക് ഉണ്ടോ എന്നൊരു സംശയമാണ്. ഇവർ എവിടെയാണ് ഈ കയറ്റിയേക്കാൻ പോകുന്ന ഇത്രയധികം സാധനങ്ങൾ. അതുപോലെ ഇന്ത്യൻ്റെ IT എക്സ്പോർട്സ് മെയിൻലി നിങ്ങൾക്കറിയാലോ, ഇന്ത്യ മോസ്റ്റ്ലി IT സർവീസ് എല്ലാം ചെയ്യുന്നത് അമേരിക്കയിലുള്ള കമ്പനീസിന് വേണ്ടിയിട്ടായിരുന്നു. ഒരുവിധം ആൾക്കാർ നമ്മളെ ഇന്ത്യയിൽ നിന്ന് IT സംബന്ധമായ വർക്കുകൾക്ക് അമേരിക്കയിലേക്ക് പോയതും എല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. സോ ഇത് പെട്ടെന്ന് തന്നെ അമേരിക്കയായിട്ടുള്ള ഈ ഇത്ര വലിയ ട്രേഡ് ഡെഫിസിറ്റ് വരുന്ന സമയത്ത് അത് ഇന്ത്യൻ എക്കണോമിനെ വല്ലാതെ ബാധിക്കും. പിന്നെ ഇവർ പറയുന്നൊരു കാര്യം വെച്ചാൽ ചൈനേനെ എടുക്കുകയെന്ന് വെച്ചാൽ ചൈനയ്ക്ക് എല്ലാ രാജ്യങ്ങളായിട്ടും ട്രേഡ് സർപ്ലസ് ആണ്. ഇന്ത്യയും ചൈനയും ട്രേഡ് നോക്കുക വെച്ചാൽ ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ് ചൈനയായിട്ടുള്ളത്. കാരണം ഇന്ത്യ എന്താണ് ചൈനയിൽ അധികം എക്സ്പോർട്ട് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ UAE നോക്കുകയാൽ ഇന്ത്യ UAEയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ ബാസ്മതി റൈസ്, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള ഈ സ്പൈസസ്, ഇതുപോലത്തുള്ള പല സാധനങ്ങളും അവർ UAEയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദർ ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ UAE നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങുന്നുണ്ട്, ഇന്ത്യ ഓൾസോ എക്സ്പോർട്സ്. ബട്ട് ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് റഷ്യ, ഇന്നിപ്പോൾ റഷ്യയിൽ നിന്ന് ഇവർ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്, പിന്നെ പ്ലസ് റഷ്യൻ അമ്യൂണിഷൻസ്, ഇന്ത്യൻ്റെ വെപ്പൺസൊക്കെ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ അറ്റ് ദ സെയിം ടൈം വാട്ട് വി എക്സ്പോർട്ട് ടു റഷ്യ, വി എക്സ്പോർട്ട് നത്തിങ്. ഐ ഡോണ്ട് തിങ്ക് വാട്ട് വി ആർ എക്സ്പോർട്ടിങ് ടു റഷ്യയിൽ റഷ്യയിൽ അത്ര വലിയ ഇന്ത്യൻ്റെ പ്രോഡക്റ്റ്സ് ഒന്നും കൺസ്യൂം ചെയ്യാത്തൊരു കൺട്രിയാണ്. സോ ജസ്റ്റ് ബിക്കോസ് ദ പ്രൈസ് ഈസ് ബെറ്റർ എന്നുള്ള നിലയിൽ കുറച്ച് പ്രൈസ് ബെറ്റർ ആണെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ദേ ആർ ഗെറ്റിംഗ് സം ഡിസ്കൗണ്ട്. But if the market is competitive, nobody can give discount like that. In the world market, oil the price is determined, it is a exchange determines the price. So that is idoru politics ആയിട്ട് എനിക്ക് തോന്നുന്നത്. Because US പറയുന്ന mostly India's Reliance is buying oil from Rosneft. So ഈ റിലയൻസിന് എത്ര ക്രൂഡും ഹാർഡായ ക്രൂഡും റിഫൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. And they are selling in the European markets, they are making a huge profit. So Reliance is having a good relationship with the government also. So this is because of some of the people in India, and they say that we are importing oil from Russia for the benefit of the common man. So എനിക്കിതിലൊക്കെ വളരെ ഡൗട്ട്ഫുള്ളായി തോന്നുന്നത്, കാരണം ഇവർ ഗവൺമെൻറ് പറയുന്നതിൽ. സോ അഗെയിൻ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എനിക്കിപ്പം തോന്നുന്നത് വെച്ചാൽ ഈ ഓട്ടോണോമസ് കാർസ്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, പിന്നെ ഡ്രൈവർലെസ് എയറോപ്ലെയിൻസ്, പൈലറ്റ്ലെസ് എയറോപ്ലെയിൻസ്, ഡ്രൈവർലെസ് ട്രെയിൻസ്, അങ്ങനെ ലോട്ട് ഓഫ് ഏരിയയിൽ ഹ്യൂമൻ ബീങ്സിന് ആവശ്യമില്ല, മെഷീനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സംഭവം എത്തിക്കഴിഞ്ഞു. സോ ആ സമയത്ത് ഇങ്ങനെയുള്ള മെക്കനൈസേഷനും ലാർജ് സ്കെയിൽ ഓഫ് ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ലീഡ് ടു എ മാസ് അൺഎംപ്ലോയ്മെൻറ്റ്. സോ ഇനി വരാൻ പോകുന്ന കൊല്ലങ്ങളിൽ നമ്മുടെ വേൾഡിൽ ഇനിയൊരു റിസഷൻ കൂടെ വരുന്നതാണ് തോന്നുന്നത്. എസ്പെഷ്യലി ഇൻ US-ലൊക്കെ റിസഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ രാജ്യത്തും റിസഷൻസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇപ്പം US-ൻ്റെ എക്സ്പോർട്ട് കുറയുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ആൾക്കാരെ കട്ട് ചെയ്യേണ്ടി വരും. സോ ദേ ഹാവ് ടു റിസ്ട്രക്ചർ ദ കമ്പനി. കോസ്റ്റ് കട്ടിംഗ് എന്ന് പറയും. വാട്ട് ഈസ് കോസ്റ്റ് കട്ടിംഗ്? Cost cutting is you terminate the employees.
ഫസ്റ്റ് ദേ കട്ട് ദ ഹയസ്റ്റ് പെയ്ഡ് സ്റ്റാഫ്. ഇതുപോലുള്ള സ്മോൾ സ്കെയിൽ കമ്പനീസ് ലൈക്ക് ബംഗ്ലാദേശ്, ഇന്ത്യ, അതുപോലുള്ള ലോട്ട് ഓഫ് ലെതർ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ആൻഡ് പോളിഷ്, ഡയമണ്ട് പോളിഷ് ചെയ്യുന്ന സൂറത്ത് ഇതുപോലുള്ള കമ്പനി, ഗുജറാത്തിലുള്ള ഇങ്ങനെ ഡയമണ്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് ഇവർക്കൊക്കെ വലിയൊരു ഹിറ്റ് വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള മാസ് എംപ്ലോയ്മെൻറ്റ് വരുന്ന സമയത്ത് വേൾഡിൽ റിസഷൻ ഉണ്ടാവുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് സംതിങ്. ഇത് പണ്ട് ഈ കാൾ മാർക്സ് പണ്ട് വളരെ മുന്നിലേ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. കാരണം അന്ന് ഇംഗ്ലണ്ടിലൊക്കെ ഉണ്ടായ അവസ്ഥ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാർക്സ് അന്ന് വിഭാവന ചെയ്ത് അന്ന് കണ്ട ഒരു കാഴ്ചയെക്കാട്ടും വളരെ പാത്തറ്റിക് സിറ്റുവേഷനിലുള്ളത്. കാരണം മനുഷ്യൻ ഇന്ന് സിസ്റ്റത്തിനൊരു സ്ലേവ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഇന്നിപ്പം കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് കമ്പനി ക്യാൻ മേക്ക് എ സ്ലേവ്. ആണ് പക്ഷേ അവർ ഡയറക്റ്റ് സ്ലേവ് എന്നല്ല, യു ആർ എ സ്ലേവ് ഓൺ ദ സിസ്റ്റം. എനിക്ക് പിന്നെയും ഞാൻ ഇത് പറയാനുള്ള കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രധാന കാരണം വെച്ചാൽ ഈ മാർക്സ് പണ്ട് പറഞ്ഞ പോലെ അയാളെ സംബന്ധിച്ചോളം, മാർക്സിനെ സംബന്ധിച്ചോളം ഈ ഡസൻറ്റ് ഹാവ് മണി, ഹി നെവർ ഹാഡ് ഇനഫ് മണി. അയാൾക്ക് ആകെ കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ അയാൾക്ക് ഈ റൈറ്റിങ്സ് പബ്ലിഷ് ചെയ്യുന്ന കുറച്ച് ജേർണൽസിലൊക്കെ എഴുതുന്ന ആ പൈസ കൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നത്. അക്കാലത്ത് ഇയാൾ ലണ്ടനിൽ താമസിക്കുന്ന സമയത്ത് ഈ ഓൾവേസ് ബോറോ മണി ഫ്രം മെനി മണി ലെൻഡേഴ്സ്. അപ്പോൾ ഈ മണി ലെൻഡേഴ്സൊക്കെ ഇയാളെടുക്കുക എപ്പോൾ വന്ന് ശല്യപ്പെടുത്തുമായിരുന്നു. അപ്പോൾ മണി ലെൻഡേഴ്സ് ശല്യപ്പെടുത്തുന്ന സമയത്ത് മാർക്സിൻ്റെ എൽഡർ സൺ, അയാൾ പേര് എഡ്ഗർ എന്നായിരുന്നു. എഡ്ഗർ ഇയാൾ പിന്നെ ക്രെഡിറ്റേഴ്സിനോട് പറയും, കടക്കാർ വന്ന് ശല്യപ്പെടുത്തുന്നു, അച്ഛൻ വീട്ടിലില്ല, നിങ്ങൾ വേറെ ദിവസം വാന്നിങ്ങനെ പറയും. സോ എപ്പോഴും ഇങ്ങനെ കടക്കാർ ശല്യപ്പെടുത്തി കൊണ്ടിരുന്നു മാർക്സിന്. അതുപോലെ തന്നെ അയാളെ ഈ ഫസ്റ്റ് സൺ, അയാളെ ഈ ഡയഡ് ഇൻ ഹിസ് ഹാൻഡ്സ്. അതുപോലെ തന്നെ ഈ കുട്ടികളെ രണ്ട് സിബ്ലിങ്സും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു. സോ അന്നേരത്ത് ഇയാൾ കുറച്ച് കാലം കഴിഞ്ഞ സമയത്ത്, പിന്നെ മരിച്ച സമയത്ത് ഹി റോട്ട് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ഏഞ്ചൽസിന് എഴുതിയ സമയത്ത് ഏഞ്ചൽസിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഐ കുഡ് നോട്ട് ആൻഡ് ഐ കനോട്ട് ഫെച്ച് ദ ഡോക്ടർ ബിക്കോസ് ഐ ഹാവ് നോ മണി ഫോർ ദ മെഡിസിൻ എന്ന് അയാൾ പറഞ്ഞു. സോ അയാൾ പറഞ്ഞ ഫോർ ദി ലാസ്റ്റ് 10 days ഐ ആം ഈറ്റിംഗ് ഓൺലി പൊട്ടറ്റോസ് ആൻഡ് ബ്രെഡ്. സോ ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ വെദർ ഐ എം ഗോയിങ് ടു സർവൈവ് ഓർ നോട്ട് എന്നുള്ള കാര്യമാണ് അയാൾ എഴുതിയിട്ടുള്ളത്. സോ അത് അയാളൊരു ജീവിത കഥയിൽ അയാൾ എഴുതിയിട്ടുള്ളത്. സോ അയാൾക്ക് ഈ ഹൗസ് ഹോൾഡ് ഏർണിങ്സ് വളരെ കുറവായിരുന്നു. പിന്നെ ഈ ന്യൂസ് പേപ്പറിലും ജേർണൽസ് എഴുതുന്ന പൈസേനെ കൊണ്ടാണ് അയാൾ ജീവിച്ചത്. പക്ഷേ അന്ന് അയാൾ പറഞ്ഞിരുന്നു ഈ മെക്കനൈസേഷൻ, ഓട്ടോമേഷൻ ആൻഡ് അഗൈൻ തിങ് ഇസ് ദാറ്റ് ഇപ്പോൾ ഈ ട്രംപ് പറയുന്നത് വി വാണ്ട് ടു ബ്രിങ് ദ മാനുഫാക്ചറിങ് ബാക്ക് ടു അമേരിക്ക ആൻഡ് വി വാണ്ട് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ദാറ്റ്സ് ഓൾ ഗുഡ്, ബട്ട് തിങ് ഇസ് ദാറ്റ് ഇന്ന് കാർ ഫാക്ടറീസ് എല്ലാം റോബോട്ടിക്സ് ആണ് ചെയ്യുന്നത്. പിന്നെ അവിടെ ജോലി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം വളരെ ഡിഫിക്കൽട്ടാണ്. ആൻഡ് ടെക്നോളജിക്കൽ ഒബ്സലൻസ് വളരെ കൂടുതലാണ്. സോ അത് വലിയൊരു പ്രശ്നമാണ്. അത് തന്നെയാണ് ഈ മാർക്സ് അയാളെ ഡാസ് ക്യാപിറ്റൽ എഴുതുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് എഡീഷനിൽ പ്രിഫേസിൽ എഴുതിയൊരു കാര്യം ഉണ്ടായിരുന്നു, വി സഫർ നോട്ട് ഓൺലി ഫ്രം ദ ലിവിങ് ബട്ട് ഫ്രം ദ ഡെഡ് എന്ന്. കാരണം അതിൻ്റെ എന്ന് വെച്ചാൽ നമ്മളെ പഴയ കാലത്തെ ഈ കറണ്ട് സൊസൈറ്റീസ് ബർഡൻ ബൈ ദ ലീഗസി ഓഫ് ദി പാസ്റ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ലൈക്ക് ഓൾഡ് മോഡൽസ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറഞ്ഞത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ആലോചിക്കണം, ഈ മാർക്സിനെ കുറിച്ച് കൂടുതലായി പറയുകയെന്ന് വെച്ചാൽ, ഈ മാർക്സിന് ഒരു കാലത്ത് ലണ്ടനിലുള്ള സമയത്തും ഈ ഗോട്ട് എ വെരി ഗുഡ് ഓഫർ. അയാൾക്ക് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അന്ന് ഇയാളെ കുട്ടികൾക്കൊക്കെ പിന്നെ ഓക്സ്ഫോർഡിലോ കാംബ്രിഡ്ജിലോ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്താണ്. പക്ഷെ അന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, യു ഹാവ് ടു സ്റ്റാൻഡ് ബൈ ദ സൈഡ് ഓഫ് ബുർഷാസി. അപ്പോൾ ഹി ഹിംസെൽഫ് അയാളത് പിന്നെ അയാൾ അന്ന് വളരെ അയാളും അയാളുടെ ഭാര്യയിലൊക്കെ വളരെ ഇൽനെസ്സായിട്ട് കഷ്ടപ്പെടുന്ന സമയമായിരുന്നു. പൈസ അയാളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ഡിഡിൻറ്റ് ഓപ്റ്റ് ഫോർ ദാറ്റ് പ്രൊഫസേഴ്സ് ജോബ് ഇൻ ദി യൂണിവേഴ്സിറ്റി. കാരണം അയാൾ പറയുന്നത് ഐ ഹാവ് സം പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ്സ്. സോ മാർക്സിനെ കുറിച്ച് എനിക്ക് കാണുന്നത് വെച്ചാൽ, മാർക്സ് എഴുതിയ കാര്യങ്ങൾ ഹി ഡിഡ് നോട്ട് സിംപ്ലി റൈറ്റ് ഫ്രം ദി സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ റിമോട്ട് ആൻഡ് ഇമാജിനറി വർക്കിംഗ് ക്ലാസ് അല്ല, ഹി റോട്ട് ഫ്രം ഹിസ് ഓൺ എക്സ്പീരിയൻസ് എന്നാണ്. സോ അത് പറയാനുള്ള കാരണം ഹി വാണ്ട് ടു ചേഞ്ച് ദ തിങ്സ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഹി പെയ്ഡ് ദ പ്രൈസ് ഫോർ ദിസ് ചോയ്സ് എന്നാണ്. സോ അതായത് അവസാനം കൊടുക്കേണ്ട വന്നു. സോ ഹി ഹാസ് ടു സഫർ ആൻഡ് ഹിസ് ഫാമിലി ഹാസ് ടു സഫർ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ആലോചിക്കുന്ന സമയത്ത് തോന്നുന്ന ഒരു കാര്യം. ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഈ ഇന്നത്തെ ഈ കമ്മ്യൂണിസ്റ്റ്
എന്ന് സോ കോൾഡ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാരൊക്കെ ഡു ദേ ഹാവ്, അവർ ഇത് എപ്പോഴെങ്കിലും ഈ മാർക്സിനെ കുറിച്ചോ അയാളുടെ ജീവിതത്തെക്കുറിച്ചോ അവർ നയിക്കുന്ന ജീവിതം എങ്ങനെയാണെന്നോ, ഒരു കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ നാട്ടിലിപ്പം നയിക്കുന്ന ജീവിതം എങ്ങനെയാണെന്നോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. So anyway, thank you very much for being my channel. Please do subscribe my channel. Have a nice day.